അതായത് ഒരു ദീർഘം പോലും വാങ്ങാതെ സൗജന്യമായിട്ട് 100 പ്രസവങ്ങൾ നമ്മൾ ഈ കോവിഡ് കാലത്ത് അഹല്യയുടെ 3 ഹോസ്പിറ്റലിലായിട്ട് നടത്തുകയുണ്ടായി. വെറും 20 ദിർഹം കൊടുത്തിട്ട് ഈവൻ യു ക്യാൻ ഡു എ കാർഡിയക് സർജറി. പിന്നെ ഇങ്ങനൊരു കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ആൾക്കാരെ നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, ഈ ആശുപത്രിയുടെ മേന്മയെക്കുറിച്ച് മാത്രം സംസാരിക്കാനല്ല, അഹല്യ ആശുപത്രിയുടെ ഒരു നന്മയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ഹോട്ടൽ റിസപ്ഷൻ അല്ല, മറിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത് 1983 മുതൽ അബുദാബിയിൽ തുടങ്ങിയിട്ടുള്ള അഹല്യ ആശുപത്രിയുടെ അങ്കണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അബുദാബി മുസഫയിലെ അഹല്യ ആശുപത്രിയുടെ ആ നന്മയുടെ കാഴ്ചയിലേക്ക് സ്വാഗതം. കോവിഡിന്റെ കഷ്ടകാലത്ത് ഇൻഷുറൻസും പണവും ഇല്ലാത്തത് കാരണം പെട്ടുപോയ നിരവധി അമ്മമാർക്ക് പുഞ്ചിരിയുടെ സന്തോഷം സമ്മാനിച്ച ആശുപത്രിയാണ് അബുദാബിയിലെ അഹല്യ ആശുപത്രി. ജനനി എന്ന പദ്ധതിയിലൂടെ 100 അമ്മമാർക്ക് 1 രൂപ പോലും വാങ്ങാതെ ഇവിടെ പ്രസവിക്കാൻ അഹല്യ അവസരം നൽകി. ഞങ്ങളുടെ വിഷണറി ആയിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VS ഗോപാലിൻ്റെ ഒരു മനസ്സിലുണ്ടായ ഒരു ഐഡിയയാണ്. അതായത് ആ സമയത്ത് വിമാനങ്ങൾ നാട്ടിലേക്ക് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ആൾക്കാർ പലരും ഗർഭിണികളായ പലരും ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിട്ട് നമ്മൾ സൗജന്യമായിട്ട് പ്രസവ ചികിത്സകൾ ഇവിടെ അറേഞ്ച് ചെയ്യുകയുണ്ടായി. അതെ, ഏകദേശം ഓൾ ഓവർ UAE നമ്മൾ 100 ആൾക്കാരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതായത് ഒരു ദീർഘം പോലും വാങ്ങാതെ സൗജന്യമായിട്ട് 100 പ്രസവങ്ങൾ നമ്മൾ ഈ കോവിഡ് കാലത്ത് അഹല്യയുടെ 3 ഹോസ്പിറ്റലിലായിട്ട് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഞങ്ങൾ തീർത്തും അഭിമാനകരമായ ഒരു കാര്യമാണ്. നന്മയുടെ പ്രകാശം പടർത്തി പുതിയൊരു പദ്ധതിക്ക് തുടക്കമിടുകയാണ് അബുദാബിയിലെ അഹല്യ ആശുപത്രി. ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് ചെലവാകുന്നതിന്റെ പകുതി മാത്രം നൽകാൻ അവസരമൊരുക്കുകയാണ് ആശുപത്രി മാനേജ്മെന്റ്. അഹല്യയിലേക്ക് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ വരുന്നവർക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് വിസ പോലും ഉണ്ടാവാറില്ല. അവരെ നമ്മൾ ഒരിക്കലും തിരിച്ചുവിടാറില്ല. അവർക്ക് വേണ്ട ചികിത്സ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് വലിയ ഭാഗ്യമാണ് ഈ അവസരം. 50% ഡിസ്കൗണ്ട് കൊടുത്തു. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചും കൂടെ സഹായിക്കാനും അഹല്യ തയ്യാറാണ്. സഹായിക്കാൻ തയ്യാറാണ്, അത് ചെയ്തിട്ടുമുണ്ട്. ഇതിനു മുന്നേ ഇപ്പോൾ ഈ അടുത്ത് സൗജന്യ ചികിത്സകൾ വരെ കൊടുത്തിട്ടുള്ള അവസ്ഥകൾ നമ്മൾക്കുണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പിന്നെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അവർ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ചികിത്സ ലഭിക്കാതെ പോകരുത്. അത് നമ്മുടെ വിഷണറി ആയിട്ടുള്ള മാനേജിംഗ് ഡയറക്ടറിൻ്റെ ഒരു പോളിസിയാണ്. ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ രോഗസൗഖ്യത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചത് നൽകാനാണ് അഹല്യ ഓരോ ദിവസവും ശ്രമിക്കുന്നത്. വെറും 20 ദിർഹം കൊടുത്തിട്ട് ഈവൻ യു ക്യാൻ ഡു എ കാർഡിയക് സർജറി. അത് വളരെ ഒരു ബെനിഫിറ്റാണ്. അറിയാം, നമുക്ക് നാട്ടിൽ പോയാൽ കാർഡിയക് സർജറിക്ക് 4-5 ലക്ഷം രൂപ കൊടുക്കേണ്ടത് 20 ദിർഹം കൊടുത്ത് ഇഫ് യു ആർ റിയലി പേഷ്യന്റ് 400 രൂപ കൊടുത്താൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈവൻ കാർഡിയക് സർജറി പോലും ചെയ്യാൻ നമുക്ക് അബുദാബിയിൽ ജീവിക്കുന്നതുകൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അഹല്യ ആശുപത്രി ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. എനിക്ക് പിറകിലുള്ള MRI സ്കാൻ തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ലോകോത്തര നിലവാരത്തിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചികിത്സ നൽകുന്നത്. അത് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കരുതി അതിനകത്ത് ഒരു രീതിയിലുള്ള കുറവും വരുത്തില്ലെന്ന് അഹല്യ ഉറപ്പു തരികയാണ്. ലോകത്തിലെ മുന്തിയ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച മിടുക്കരായ ഡോക്ടർമാരെയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നിരവധി മലയാളി ഡോക്ടർമാരും ഇവിടെയുണ്ട്. നിങ്ങൾക്കറിയാം, അഹല്യ ഹോസ്പിറ്റൽ UAE തന്നെ അവിടുത്തെ ഫസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഗാസ്ട്രോൻട്രോളജി. ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സാങ്കേതിക മികവും നമുക്കിപ്പോൾ ഉണ്ട്. ട്യൂബ് ഉപയോഗിച്ച് നമ്മുടെ പിത്തനാളത്തിലുള്ള പ്രശ്നങ്ങൾ, പിത്തനാളത്തിലേക്ക് വരുന്ന കല്ലുകൾ, അതിൽ വരുന്ന അടവുകൾ, ഇതൊക്കെ കാണാനും ചികിത്സിക്കാനുമുള്ള ERCP പോലെയുള്ള പ്രക്രിയകൾ. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്, അതായത് ഈ ട്യൂബിൻ്റെ തെറ്റത്ത് സ്കാനിങ് മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ക്ലിയറായിട്ട് വളരെ അടുത്ത് നിന്ന് വയറിനകത്തുള്ള പല ഭാഗങ്ങളെയും കൃത്യമായി കാണാനും അതിൻ്റെ ചികിത്സ കൊടുക്കാനുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി, ഒരു എൻഡോസ്കോപ്പി ഒഴിവാക്കി നമുക്ക് വെറും ഒരു ക്യാപ്സ്യൂൾ വിഴുങ്ങി വയറിനകത്തുള്ള എല്ലാ ഭാഗങ്ങളുടെയും ചിത്രം എടുക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനുമുള്ള ഒരു ഫെസിലിറ്റി നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നാട്ടിൽ എന്ത് കിട്ടുമോ അത്രയും ചികിത്സ നമുക്കിവിടെ എന്തായാലും കൊടുക്കാൻ പറ്റുന്നതാണ്. ചികിത്സയ്ക്ക് മാത്രമല്ല, മരുന്നിനും ഉപകരണങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ഇവിടെ സാധാരണ ചിലവ് വരുന്നതിനേക്കാൾ കുറവാണ് വാങ്ങുക. ചിലവ് കുറച്ചെന്ന് കരുതി ചികിത്സാ സൗകര്യത്തിനും ചികിത്സയ്ക്കും ഒരു കുറവും അഹല്യ വരുത്തില്ലെന്ന ഗ്യാരണ്ടി. നമുക്ക് നാട്ടിൽ കൊടുക്കുന്ന എല്ലാ ചികിത്സയും എനിക്ക് തോന്നുന്നു നാട്ടിനേക്കാളും ഇപ്പോൾ ഇൻഷുറൻസ് ഉള്ള ഒരാൾക്ക് ചിലവ് കുറഞ്ഞാണ് ഇവിടെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ രോഗികൾ ഇവിടെ ഒരു ഫെസിലിറ്റി ഓപ്ഷൻ ഉള്ളപ്പോൾ അവർ നാട്ടിൽ പോവാതെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്.
പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഡോക്ടർമാർ ഇവിടെ അവൈലബിൾ ആണ്. അതേ ക്വാളിറ്റിയുള്ള കെയർ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. കോവിഡിൻ്റെ കഷ്ടകാലത്ത് 100 അമ്മമാർക്ക് അവരുടെ പൊന്നോമനകളെ സ്വീകരിക്കാൻ സൗജന്യമായി വേദിയൊരുക്കിയ ആശുപത്രിയാണ് അഹല്യ ആശുപത്രി. വീണ്ടും സന്ദർശക വിസയിലുള്ളവർക്കും അല്ലാത്തവർക്കും ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ധൈര്യമായി ഈ ആശുപത്രിയിലേക്ക് വരാം. നിങ്ങളുടെ ചികിത്സാ ചെലവ് ഒരുപാട് കുറയ്ക്കാമെന്നാണ് ഈ ആശുപത്രിയുടെ വാഗ്ദാനം. ക്യാമറമാൻ ഡീൻ ജോസിനൊപ്പം, അതുമാത്രമല്ല ആതുര ശുശ്രൂഷ രംഗത്തെ ഈ മാലാഖമാർക്കൊപ്പം ഐപ്പ് പള്ളിക്കാടൻ. നമസ്കാരം.